ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നായിരുന്നു. ഇപ്പോൾ 2 ദിവസമായി വീട്ടിലെത്തിയിട്ട്. വീട്ടിൽ വന്നപ്പോൾ എന്തൊരു സന്തോഷം. നോക്കി ഇരിക്കാൻ ആൾക്കാർ, രാവിലെ ഫുഡ് കറക്റ്റ്, എല്ലാം ഓക്കെ. സോ അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് അടുത്ത ദിവസം തന്നെ കിട്ടൂല, വെയിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വന്ന അന്ന് തന്നെ പിറ്റേ ദിവസം നമുക്ക് ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു കുറച്ച് സാധനങ്ങൾ. സോ ഒബ്വിയസ്ലി അത് അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ആൻഡ് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഡാഡി ഇങ്ങനെ പരപര അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഡാഡിക്ക് ഞാനൊരു പെൻഡ്രൈവ് ഓർഡർ ചെയ്തായിരുന്നു, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ സാധനങ്ങൾ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊന്നുമില്ല. സോ യാ, തുറക്കാം. ആദ്യം തന്നെ കോട്ടൺ പാഡ്സ്, മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ടോണർ ഇടാനൊക്കെ. പിന്നെ ഞാനൊരു സാരി, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്, ഞാൻ ഇതൊരു സാരി ഉടുത്തിട്ടില്ല. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സാരി എനിക്ക് ഉടുക്കാൻ പോലും അറിയില്ല. അവസാനം ഉടുത്ത് കുളമാക്കിയിൽ ഞാനൊന്നും ഉടുക്കുക പോലും ഇല്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക. ഓണമാണല്ലോ. അതിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ട് അണ്ടർ സ്കേർട്ട്. പിന്നെ ഇത് ടോണർ, റോസ് വാട്ടർ ടോണറാണ്, വിഷ് കെയർ നല്ലൊരു ബ്രാൻഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. സ്റ്റീംഡ് ഡിസ്റ്റിൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം റിവ്യൂ ഒക്കെ ഞാൻ കണ്ട് വാങ്ങിയതായത്. നൈക്കിയിൽ വാങ്ങാനാണ് ഞാൻ ആദ്യം ഇരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ആമസോണാണ് മച്ച് ചീപ്പർ. ഓക്കെ, ഈ നൈക്കയുടെ സെയിം പ്രൊഡക്ട്സ് ആമസോണിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 പൗണ്ട്സ് 100 രൂപയെങ്കിലും കുറവായിരിക്കും. പിന്നെ ഇത് ഫേസ് വാഷ്, സാഫ്രൻ്റെ ഫേസ് വാഷാണ്, ആയുർവേദ ഗാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ സ്കിൻ ടൈപ്പ്. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ആമസോണിൽ കണ്ടപ്പം നല്ലതെന്ന് തോന്നി വാങ്ങിയില്ല. പിന്നെ ഇത് ടിൻറ്റഡ് സൺസ്ക്രീൻ. ഞാൻ സാധാരണ നമ്പർ 7 UK മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വിഷ് കെയറിൻ്റെ, അതുകൊണ്ട് ഇവിടുത്തെ ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയത് ഈ ഷെയ്ഡൊക്കെ കറക്റ്റാണോ എന്ന് ഇട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നോക്കട്ടെ. മിക്കതും തന്നെ ഞാൻ വിഷ് കെയറിൻ്റെയാണ് വാങ്ങിയിരിക്കുന്നത്. ഭയങ്കര ലിക്വിഡ്. ഇത് അറിയില്ല, കയ്യിലിട്ട് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫൗണ്ടേഷൻ മാതിരി ഇരിക്കുന്നു. കണ്ടിട്ട് എനിക്ക് എൻ്റെ ഷെയ്ഡ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവസാനം ഇട്ട് നോക്കുമ്പോൾ അറിയാം, ഒരുങ്ങുമ്പോൾ ഇടുമ്പോൾ അറിയാം. ഇതും ഓൾ സ്കിൻ ടൈപ്പാണ്. ഷെയ്ഡ് മാത്രം കറക്റ്റായിട്ട് എടുത്ത് നോക്കിയാൽ മതി. പിന്നെ പെൻഡ്രൈവ്, ഇതിന് വേണ്ടിയിട്ടാണ് ഡാഡി തരുന്നത്. ഇതെടുത്തത് വിഷ് കെയറിൻ്റെ ലിപ് ബാം. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം അങ്ങനെ കുറച്ചു. ഇപ്പം ഞാൻ ഫുള്ള് ലിപ് ബാമിലോട്ടാണ്. ഇപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം ഇടാണ്ടിരുന്ന് ഇപ്പം ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഏതാണ്ട് മാതിരി എനിക്ക്. ഇത് ഞാൻ കഴിഞ്ഞ തവണയെ വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഞാൻ വാങ്ങിയില്ല. എന്തുകൊണ്ടോ എനിക്കൊന്ന് ഓർഡർ ചെയ്തപ്പോൾ മാറിയാൻ തോന്നുന്നു. നിവ്യയുടെ ഏതാണ്ടോ വന്നത്, വിഷ് കെയറിൻ്റെ പകരം. ഇത് എന്തൊരു കുഞ്ഞായത്, വെരി ടൈനി. വാട്ടർമെലൺ പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് അല്ല, ഒരു ഗ്രേപ്പ് ഷെയ്ഡ്. ഇതിനൊക്കെ കളർ പോലും വരുന്നില്ല, എന്നിട്ടാണ് ഇതിനൊക്കെ ടിൻറ്റാന്ന് പറയുന്നത്. എനിവേ, മണമുണ്ട്. പിന്നെ ഇത് ഞാൻ നമ്മുടെ റീൽസിൽ കുറേ കണ്ട് എനിക്കിത് വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെയാണ് ലാഭം. ഇത് എത്രയാണ്, 700 സംതിങ് ആണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, 700 സംതിങ്. ഇത് ലാക്മേയുടെ ഒരിടയ്ക്ക് ഇത് വൈറലായിരുന്നു. എന്തോ ഇതിൻ്റെ പേരെന്തുവാ, ഗ്ലോ സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ട്, ലാക്മേയുടെ ഗ്ലോ സ്റ്റെയിൻ. ഇതിൽ SPF ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പണ്ടാരം പൊട്ടിക്കാനും പറ്റുന്നില്ലല്ലോ.
ഇത് ഷെയ്ഡ് ഞാൻ വാങ്ങിക്കുന്ന റാസ്ബെറി സോർബൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ലിപ് ബാമിൻ്റെ ഷെയ്ഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഈ എൻഡൊക്കെ രസമുണ്ട് കാണാൻ. സ്ക്വീസ് ചെയ്ത് നോക്കാം. കയ്യിലിട്ടപ്പോൾ രസമുണ്ട്. ഇനിയിപ്പം ലിപ്സിലിടുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ഗ്ലോസി ലുക്കുണ്ട് കേട്ടോ. ഒബ്വിയസ്ലി ഗ്ലോസ് ആണല്ലോ അല്ലേ. രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരേ ഷെയ്ഡാണ്. ഈ ലിപ് ബാമും അതെ ഇതും അതെ. എനിവേ അത്രയും സാധനങ്ങളേ ഉള്ളൂ. തീർന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സാധനങ്ങൾ വന്നപ്പം ചൂട് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.